കണ്ണൂർ കണ്ടപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. പ്രതികളായ 9 RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. 2005 ഒക്ടോബർ 3-നാണ് റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും എം സന്തോഷ് കൂടി. കണ്ണൂർ കണ്ടപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കുക. 9 RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ഒരുപക്ഷെ ഈ വിവരങ്ങളുമായി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഈ റിജിത്തിന്റെ അമ്മയുടെ ഏറെ വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. കാരണം ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്നാണ് അമ്മയുടെ ഒരു പ്രതികരണം. ഇന്ന് എപ്പോഴായിരിക്കും ഈ വിധി വരിക? മറ്റ് വിവരങ്ങൾ? അഡീഷണൽ സെഷൻസ് കോടതി റിജിത്ത് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. ഈ കേസിൽ RSS BJP പ്രവർത്തകരായ 9 പേരാണ് പ്രതികൾ. മുഴുവൻ പേരും കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി, തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ഈ പ്രതികൾക്കുള്ള ശിക്ഷയാണ് വിധിക്കുന്നത്. ആകെ 10 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 3-ാം പ്രതി അജേഷ് വിചാരണക്കിടെ മരിച്ചിരുന്നു. ബാക്കിയുള്ള 9 പ്രതികൾക്കാണ് ശിക്ഷ വിധിക്കുന്നത്. RSS BJP പ്രവർത്തകരായ VV സുധാകരൻ, കൊത്തില താഴേവീട്ടിൽ ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽകുമാർ, രാജേഷ് PP, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. 2005 ഒക്ടോബർ 3-ന് രാത്രി 7:45-നായിരുന്നു റിജിത്തിന് നേരെയുള്ള ആക്രമണം. സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നു വരവെ ചുണ്ട തച്ചൻകണ്ടിയാൽ ക്ഷേത്രത്തിനടുത്തു വെച്ച് പതിയിരുന്ന പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. റിജിത്തിനൊപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും വെട്ടേറ്റിരുന്നു. റിജിത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഈ ക്ഷേത്രമുറ്റത്ത് ശാഖ നടത്തിയത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വാക്തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിയത്. കണ്ണൂരിൽ RSS നടത്തിയ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു 19 വർഷം മുൻപ് നടന്ന 25 വയസ്സുകാരനായ റിജിത്തിന്റെ കൊലപാതകം. വർഷ, സന്തോഷ്, ഈ ഒരു ശാഖ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു കൊലപാതകത്തിലേക്കൊക്കെ കടന്നത്. അപ്പോൾ പരമാവധി ശിക്ഷ തന്നെ പ്രതീക്ഷിക്കാമല്ലേ? പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ BT ശശീന്ദ്രനാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാവുകയും കേസ് വാദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രതികൾ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത് വലിയ വിജയമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. റിജിത്തിന്റെ അമ്മ രാവിലെ കൈരളി ന്യൂസിനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ പ്രതികൾക്ക് തൂക്കുകയർ തന്നെ ലഭിക്കണം, ഇനി ഒരു അമ്മമാർക്കും ഈ ഗതി ഉണ്ടാകരുത് എന്നുള്ളതാണ് പറഞ്ഞത്. ഏതായാലും ഇന്ന് പ്രതികൾക്ക് പറയാനുള്ളത് കൂട്ടി കേട്ടതിന് ശേഷമായിരിക്കും കോടതി ശിക്ഷ വിധിക്കുന്നത്. വർഷം, ശരി സന്തോഷ്. വിവരങ്ങളാണ് M സന്തോഷ് നൽകിയത്.